അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്ന എല്ലാ ചെറുതുവലുതുമായ തെറ്റുകുറ്റങ്ങളും പരിപൂർണമായി നമുക്ക് വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ശേഷിക്കുന്ന ജീവിതത്തിൽ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാനും ഇരുലോകത്തും വിജയം ഉൾപ്പെടാനും അള്ളാഹു നമ്മെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. നമ്മിലും നാമുമായി ബന്ധപ്പെട്ടവരിലും രോഗികളായി കഴിയുന്ന, വിഷമിക്കുന്ന, പ്രയാസപ്പെടുന്ന എല്ലാവർക്കും അള്ളാഹു പരിപൂർണമായ ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരുടെയും ആഖിറം അള്ളാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് ഭൂമിയിൽ അള്ളാഹു നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ റഹ്മത്തും ഖൈറുമൊക്കെ നമ്മൾ തേടേണ്ടത് അള്ളാഹുവിൽ നിന്ന് മാത്രമാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രയാസത്തിൻ്റെ, വിഷമത്തിൻ്റെ സന്ദർഭങ്ങളിൽ ചെയ്ത ഒരു പ്രാർത്ഥന, ഒരു ദുആ ഹദീസുകളിൽ കാണാൻ പറ്റും. അല്ലാഹുമ്മ റഹ്മതക അർജു ഫലാ തകിൽനി ഇലാ നഫ്സി തർഫത അയ്ൻ അസ്ലിഹ് ലി ശഅനി കുല്ല ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുമ്മ റഹ്മതക അർജു, അല്ലാഹുവേ നിന്റെ കാരുണ്യം ഞാൻ പ്രതീക്ഷിക്കുകയാണ്, നിന്റെ റഹ്മത്ത് ഞാൻ ആശിക്കുകയാണ്. ഫലാ തകിൽനി ഇലാ നഫ്സി തർഫത അയ്ൻ, കണ്ണിൻ്റെ ഇമ വെട്ടുന്ന സമയം പോലും എൻ്റെ കാര്യങ്ങൾ നീ എന്നെ ഏൽപ്പിക്കരുത്. അസ്ലിഹ് ലി ശഅനി കുല്ല, എൻ്റെ എല്ലാ കാര്യങ്ങളും നീ ഏറ്റെടുത്ത് നീ എനിക്ക് എളുപ്പമാക്കി തരണം. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മൾ തിരിയേണ്ടത് അള്ളാഹുവിലേക്കാണ്. എല്ലാ റഹ്മത്തും എല്ലാ ഖൈറുകളും ഉള്ളത് അള്ളാഹുവിൻ്റെ കയ്യിലാണ്. വറബ്ബുക യഖ്ലുഖു മാ യശാഉ വ യഖ്താർ, നിന്റെ റബ്ബ് അവൻ സൃഷ്ടിക്കുന്നു, അവൻ തിരഞ്ഞെടുക്കുന്നു. സൃഷ്ടിപ്പും അവൻ്റെ കയ്യിലാണ്, തിരഞ്ഞെടുപ്പും അവൻ്റെ കയ്യിലാണ്. മാ കാന ലഹുമുൽ ഖിയറ, ഖൈറും ഷർറും ഒക്കെ തീരുമാനിച്ച് സൃഷ്ടികൾക്ക് നൽകുന്നവൻ അള്ളാഹുവാണ്. സുബ്ഹാനല്ലാഹി വ തആല അമ്മാ യുശ്രികൂൻ, അവർ പങ്കു ചേർക്കുന്ന എല്ലാ പങ്കിൽ നിന്നും അള്ളാഹു പരിശുദ്ധനാണ്. ലോകത്ത് വേറെ വഴികളിലൂടെ മനുഷ്യന് ഖൈർ ലഭിക്കുകയില്ല. അള്ളാഹു തീരുമാനിച്ച വഴികളിലൂടെ മാത്രമാണ് മനുഷ്യന് ഖൈറുകൾ, റഹ്മത്തുകൾ, കാരുണ്യങ്ങൾ, അനുഗ്രഹങ്ങൾ ലഭിക്കുക. വയഅലമു മാ തുകിന്നു സുദൂറുഹും വമാ യുഅ്ലിനൂൻ, അവരുടെ ഹൃദയത്തിൽ രഹസ്യമായി സൂക്ഷിക്കുന്നതും അവർ പരസ്യമാക്കുന്നതും അള്ളാഹു നല്ലതുപോലെ അറിയുന്നവനാണ്. വഹുവ അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹില്ല. ലഹുൽ ഹംദു ഫിൽ ഊലാ വൽ ആഖിറ, ദുനിയാവിലും എല്ലാ സ്തുതിക്കും അർഹൻ അവനാണ്, ആഖിറത്തിലും എല്ലാ സ്തുതിക്കും അർഹൻ അവൻ തന്നെയാണ്. അവനിലേക്കാണ് എല്ലാവരും മടക്കപ്പെടുന്നത്. അവന്റെ കയ്യിലാണ് തീരുമാനത്തിന്റെ അധികാരമുള്ളത്. ലഹുൽ ഹുക്മു, അവനാണ് തീരുമാനിക്കുന്നത്, കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് അവനെ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും, എല്ലാ പ്രയാസങ്ങളും, എല്ലാ ആവശ്യങ്ങളും, എല്ലാ ഖൈറുകളും നമ്മൾ ചോദിക്കേണ്ടത് അള്ളാഹുവിനോടായിരിക്കണം. അള്ളാഹു പറയുന്നുണ്ട്, നബി അവരോട് പറയുക, അല്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാ, അല്ലാഹുവേ നീയാണ് ഏറ്റവും വലിയ അധികാരി, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ അധികാരം നൽകുകയാണ്. വതൻസിഉൽ മുൽക മിമ്മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്നും അധികാരം നീ വാങ്ങിക്കുകയാണ്. അവരെ അധികാരത്തിൽ നിന്ന് ഇറക്കുന്നവനും നീയാണ്, അവർക്ക് അധികാരം നൽകിയവനും നീയാണ്. വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ ഇസ്സത്ത് നൽകുന്നു, പ്രതാപവും അന്തസ്സും നൽകുന്നു. നീ ഉദ്ദേശിക്കുന്നവരെ നീ നിന്ദ്യരാക്കുന്നു, അപമാനിതരാക്കുന്നു. എല്ലാ ഖൈറുകളും നിന്റെ കയ്യിലാണ്. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, നീ എല്ലാത്തിനും കഴിവുള്ളവനാണ്. തൂലിജുൽ ലൈല ഫിൻ നഹാർ, നീയാണ് രാത്രിയെ പകലിൽ പ്രവേശിപ്പിക്കുന്നവൻ. വതൂലിജുൻ നഹാറ ഫിൽ ലൈൽ, പകലിനെ രാത്രിയിൽ പ്രവേശിപ്പിക്കലും നീ തന്നെയാണ്. വതുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്തി, നിർജീവമായ വസ്തുക്കളിൽ നിന്ന് ജീവനുള്ളതിനെല്ലാം നീയാണ് പുറത്തു കൊണ്ടുവരുന്നവൻ. അതുപോലെ ജീവനുള്ളതിൽ നിന്ന് നിർജീവമായതിനെയും നീയാണ് പുറത്തു കൊണ്ടുവരുന്നത്. എല്ലാ കാര്യങ്ങളും നിന്റെ നിയന്ത്രണത്തിലാണ് എന്ന ഒരു ദുആ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച് വിട്ടിരിക്കുകയല്ല, മറിച്ച് അല്ലാഹു സൃഷ്ടിപ്പ് നടത്തുകയും പിന്നെ അവൻ കാര്യങ്ങൾ നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുകയാണ്. അലാ ലഹുൽ ഖൽഖു വൽ അംർ തബാറകല്ലാഹു റബ്ബുൽ ആലമീൻ, അറിയുക സൃഷ്ടിപ്പും അവന്റെ കയ്യിലാണ്, പിന്നെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും അവൻ തന്നെയാണ്.
ഓരോ മനുഷ്യനും ഖൈറും ഷർറും ഒക്കെ തീരുമാനിക്കുന്നത് അല്ലാഹുവാണ്. അത് നൽകേണ്ടവൻ, അത് ഷർറുകൾ ദൂരമാക്കേണ്ടവൻ അല്ലാഹുവാണ്. അലാ ലഹുൽ ഖൽഖു വൽ അംർ തബാറകല്ലാഹു റബ്ബുൽ ആലമീൻ. സർവ്വലോക പരിപാലകനായ അല്ലാഹുവിന്റെ പരിശുദ്ധി ഉയർന്നിരിക്കുന്നു. എന്നാൽ സൃഷ്ടികളിലേക്ക് തങ്ങളുടെ ഖൈറ് തേടി പോകുന്ന ആളുകളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ വരികയാണ്, മൻ അതാ അറാഫൻ, ആരെങ്കിലും ഒരു അറാഫിന്റെ അടുക്കൽ, ഒരു ജ്യോതിഷിയുടെ അടുക്കൽ പോവുകയാണ്, അങ്ങനെ തന്റെ ഭാവി കാര്യങ്ങളെക്കുറിച്ച്, തനിക്ക് നഷ്ടം വന്ന കാര്യങ്ങളെക്കുറിച്ച്, ആ നഷ്ടം വരുത്തിയ ആളെ കുറിച്ചൊക്കെ അന്വേഷിക്കാൻ, അഥവാ അതൊക്കെ അദൃശ്യമായി അറിയുമെന്ന് വാദിക്കുന്ന ഒരാൾക്കാണ് അറാഫ് എന്ന് പറയുക. അങ്ങനെ ഒരാളടുത്ത് പോയി തന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അതിന്റെ രഹസ്യങ്ങളും അദൃശ്യങ്ങളും ഒക്കെ മനസ്സിലാക്കി ഖൈറായ വഴികൾ പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു ജ്യോതിഷിന്റെ അടുക്കൽ ഒരാൾ പോവുകയാണ്. അങ്ങനെ ഒരു കാര്യം അവനോട് ചോദിച്ചു, അതിൽ വിശ്വാസമില്ലെങ്കിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലം തുഖ്ബൽ സ്വലാത്തുഹു സലാത്തുൻ 40 ലൈല, 40 ദിവസത്തേക്ക് പിന്നെ അവന്റെ ഒരു നമസ്കാരവും അല്ലാഹു ഖബൂൽ ചെയ്യുകയില്ല. അവന് വിശ്വാസം ഇല്ലാണ്ട് പോയതാ. ആ അറാഫിനെ കുറിച്ച് വിശ്വാസമില്ല. വെറുതെ ആ ജ്യോതിഷിന്റെ അടുത്ത് പോയി ഒന്ന് നോക്കാം എങ്ങനെയുണ്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അവര് പറയുന്നതനുസരിച്ച് ഒന്ന് ആലോചിക്കാം എന്ന ഒരു കാര്യത്തിന് പോയാൽ തന്നെ അവന്റെ ജീവിതത്തിൽ പിന്നെ 40 ദിവസത്തോളം അവന്റെ ഒരു അമലും ഖബൂൽ ചെയ്യൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. മറ്റൊരു ഹദീസ് നമുക്ക് കാണാൻ പറ്റും, മൻ അതാ കാഹിനൻ ഔ അറാഫൻ, ആരെങ്കിലും ഒരു കാഹിനിന്റെ അടുക്കൽ, അദൃശ്യമായ കാര്യങ്ങൾ അറിയാമെന്ന് വാദിക്കുന്ന ഒരു ജ്യോതിഷിന്റെ അടുക്കൽ പോവുകയാണ്. കാഹിനും അറാഫും രണ്ടും ചെറിയ വ്യത്യാസമുണ്ട്, പക്ഷേ സത്യത്തിൽ രണ്ടും ഒന്ന് തന്നെയാണ്. ഇങ്ങനെ അദൃശ്യമായ കാര്യങ്ങൾ അറിയാം, മോഷണം നടത്തിയത് ആരാണെന്നറിയാം, അത് എവിടെയാണ് ഉള്ളത്, ആ വസ്തു ഉള്ളതെന്ന് അറിയാം എന്നൊക്കെ വാദിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ജിന്നിന്റെ സഹായത്തിലൂടെ ഞാൻ ഇതൊക്കെ പറഞ്ഞു തരും, അങ്ങനെയൊക്കെ പറയുന്ന ആളുകളെ കാണാൻ പറ്റും. അങ്ങനെയുള്ള ആളുകളുടെ അടുത്തേക്ക് ഒരാള് തന്റെ ഖൈറിന് വേണ്ടി, തന്റെ റഹ്മത്തിനു വേണ്ടി പോയി കഴിഞ്ഞാൽ അയാള് പറയുന്നത് വിശ്വസിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ, വിശുദ്ധ ഗ്രന്ഥത്തിൽ, പ്രവാചകന്റെ മേൽ അവതരിപ്പിക്കപ്പെട്ട അള്ളാഹുവിന്റെ ആയത്തുകളിൽ അവൻ നിഷേധിച്ചവനായി തീരുന്നതാണ്. അവൻ കാഫിറായി പോയി എന്നാണ് അതിന്റെ ചുരുക്കം. പ്രവാചകൻ പറഞ്ഞതിന്റെ ആകെ ചുരുക്കം അതാണ്. അത്രത്തോളം നമ്മളുടെ ഹൃദയത്തിന്റെ ബന്ധം ഏത് പ്രയാസത്തിലും ഏത് വിഷമത്തിലും അള്ളാഹുവിലേക്കാണ് തിരിയേണ്ടത്. നമ്മുടെ ഖൈർ അന്വേഷിക്കേണ്ടത് അള്ളാഹുവിൽ നിന്നാണ്, സൃഷ്ടികളിൽ നിന്നല്ല. കുല്ലൻ യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. നബി അവരോട് പറയുക, നമുക്ക് ഒരു മുസീബത്തും സംഭവിക്കുന്നില്ല, ഇല്ലാ മാ കതബല്ലാഹു ലനാ, അള്ളാഹു എഴുതിയതല്ലാതെ. ഹുവ മൗലാന, അവനാണ് നമ്മുടെ സംരക്ഷകൻ. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, അതുകൊണ്ട് മുഅ്മിനീങ്ങൾ അള്ളാഹുവിനെ വരമേൽപ്പിച്ചു കൊള്ളട്ടെ എന്ന് അള്ളാഹു പറയുകയാണ്. ഏത് കാര്യം തീരുമാനിക്കുകയാണെങ്കിലും അള്ളാഹുവാണ് തീരുമാനിക്കുന്നത്. അത് നടപ്പിലാക്കാനും അള്ളാഹുവിന് മാത്രമേ സാധിക്കുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളുടെ കുട്ടി മരണത്തിന്റെ വെപ്രാളത്തിൽ പ്രയാസപ്പെടുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരാളെ പറഞ്ഞയച്ചതായി ഉസാമത്ത് ബിൻ സൈദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ അടുത്ത് തിരിച്ചു പറഞ്ഞയച്ചു, മോളെ ഇന്നലില്ലാഹി മാ അഖദ വ ഇന്നലില്ലാഹി മാ അത, അല്ലാഹു തന്നതും നമ്മളതാണ്, അല്ലാഹു തന്നതും അല്ലാഹു മടക്കിയെടുക്കും, അല്ലാഹു നമ്മളിൽ നിന്ന് തിരിച്ചെടുത്തതും അല്ലാഹുവിൻ്റെതാണ്, അത് അല്ലാഹുവിന്റെ തീരുമാനപ്രകാരം എടുക്കുന്നതാണ്. ഇന്നലില്ലാഹി മാ അഖദ വ ഇന്നലില്ലാഹി മാ അത, എല്ലാം അല്ലാഹുവിന്റെ നിയന്ത്രണത്തിലുള്ളതാണ്. അല്ലാഹു ഉദ്ദേശിക്കുമ്പോൾ നമുക്ക് നൽകുന്നതാണ്, അല്ലാഹു ഉദ്ദേശിക്കുമ്പോൾ അല്ലാഹു അത് തിരിച്ചെടുക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ അടുത്ത് തന്നെ തിരിച്ചങ്ങോട്ട് പറഞ്ഞയച്ചു. മകള് പറഞ്ഞു, എന്തായാലും പെട്ടെന്ന് തന്നെ വരണം, അങ്ങനെ പറഞ്ഞാൽ പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ തന്നെ 2-3 സഹാബാക്കളും കൂട്ടത്തിലുണ്ടായിരുന്നു. വീട്ടിലേക്ക് പുറപ്പെട്ടു. നോക്കുമ്പോൾ നബി തങ്ങളുടെ ആ മകളുടെ കുഞ്ഞ് മരണത്തിന്റെ വെപ്രാളത്തിലാണ്. നബി തങ്ങൾ കയ്യിലേക്ക് എടുത്തു, നബി തങ്ങൾ ആശ്വസിപ്പിച്ചു. നബി തങ്ങളുടെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകാൻ തുടങ്ങി. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾ ചോദിച്ചു, തങ്ങൾ കരയുകയാണോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദിഹി റഹ്മ, ഇതൊരു കാരുണ്യമാണ്. അഥവാ ഈ കരയുക എന്നുള്ളത് ഹൃദയത്തിന്റെ ഒരു വേദനയാണ്, അത് പുറത്തേക്ക് പ്രകടമാകുന്ന ഒരു രൂപമാണ്. അത് അള്ളാഹു അവന്റെ അടിമകളിൽ ചില ആളുകൾക്ക് നൽകുകയാണ്. എല്ലാവർക്കും കരച്ചിലുണ്ടാവില്ല. അത് കരയുക എന്നത് അള്ളാഹുവിന്റെ ഒരു കരുണയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രതിഫലം ആഗ്രഹിക്കുക.
അള്ളാഹുവിന് വേണ്ടി ക്ഷമിക്കുക. അതാണ് ഏത് പ്രതിസന്ധിയിലും ഏത് വിഷമത്തിലും നമ്മൾ ചെയ്യേണ്ടത്. അള്ളാഹുവിൽ നിന്നാണ് നമ്മൾ ഖൈർ പ്രതീക്ഷിക്കേണ്ടത്. അള്ളാഹുവിൽ നിന്നാണ് ഖൈർ നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അള്ളാഹുവിന് വേണ്ടി ജീവിതത്തിൽ ഉണ്ടാകുന്നതൊക്കെ നമ്മൾ ക്ഷമിക്കുക, അതാണ് ചെയ്യേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. മുഅ്മിനിന്റെ കാര്യം വലിയ അത്ഭുതമാണ്. നബി തങ്ങൾ പറഞ്ഞു, അജബൻ ലി അംരിൽ മുഅ്മിൻ ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ. അവന്റെ എല്ലാ കാര്യവും അവന് ഖൈറാണ്. ഇന്ന അസാബത്തുഹു സർറാഉ ശക്കറ ഫകാന ഖൈറൻ ലഹു. എന്തെങ്കിലും ഒരു സന്തോഷമുണ്ടായി, അവന് ജീവിതത്തിൽ ഒരു അനുഗ്രഹം ഉണ്ടായി, അപ്പോൾ അവൻ അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യുകയാണ്. അപ്പൊ അത് അവന് ഖൈറായി മാറി. ഇനി എന്തെങ്കിലും പരീക്ഷണം ഉണ്ടായി, രോഗങ്ങൾ ഉണ്ടായി, വേണ്ടപ്പെട്ടവരുടെ മരണങ്ങൾ ഉണ്ടായി, നഷ്ടങ്ങൾ ഉണ്ടായി, അപ്പോൾ അവൻ ക്ഷമിക്കുകയാണ്. ഫകാന ഖൈറൻ ലഹു. അതും അവന് ഖൈറായി മാറി. അത് ഒരു മുഅ്മിനല്ലാതെ മറ്റാർക്കും ലഭിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഏത് കാര്യവും ഏത് നന്മകളും അള്ളാഹുവിനോട് മാത്രമേ തേടാൻ പാടുള്ളൂ എന്നതിനെ കുറിച്ച് ഹദീസുകളിൽ വരുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ ഓരോ ആയത്തുകൾ എത്ര ശ്രദ്ധയോടുകൂടി പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചിരുന്നോ, അതേപോലെ ഖൈർ തേടുന്ന കാര്യം അത് അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് സഹാബാക്കൾ പറയുന്നുണ്ട്. അതിനൊരു പ്രത്യേക പേര് തന്നെ പ്രവാചകൻ പഠിപ്പിച്ചു. ഇസ്തിഖാറ എന്നാണ് അതിന്റെ പേര്. ഖൈർ തേടുക, അത് അള്ളാഹുവിനോടാണ് തേടേണ്ടത്. ഏതെങ്കിലും ഒരു കാര്യം സംഭവിച്ചതിന്റെ പേരിൽ നമുക്ക് ഷർറ് ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് ലഭിച്ചതിന്റെ പേരിൽ ഖൈർ ഉണ്ടാവില്ല. ഖൈറും ഷർറും നമുക്ക് നൽകേണ്ടവൻ അള്ളാഹുവാണ്. ഖൈറിനെ ഷർറാക്കി മാറ്റാൻ അള്ളാഹ്ക്ക് കഴിയും. ഒരു നിമിഷം കൊണ്ട് ഷർറിനെ ഖൈറാക്കാനും അള്ളാഹ്ക്ക് കഴിയും. അപ്പൊ ഖൈർ അള്ളാഹുവിനോട് തേടിക്കൊണ്ടിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇസ്തിഖാറ എന്ന് പറഞ്ഞാൽ ഒരു വിഷയം നിങ്ങൾക്ക് വന്നാൽ ആ വിഷയത്തിന്റെ നന്മ, ഖൈറുകൾ നിങ്ങൾ അള്ളാഹുവിനോട് തേടണം. രണ്ടറക്കാത്ത് നമസ്കരിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. നല്ല രീതിയിൽ വുദൂ ചെയ്ത് നമസ്കാര ശേഷം അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടത് എന്താണ്? അല്ലാഹുമ്മ അസ്തഖീറുക ബിഇൽമിക വഅസ്തഖ്ദിറുക ബിഖുദ്റതിക വഅസ്അലുക മിൻ ഫദ്ലിക അൽഅദീം. അല്ലാഹുവേ, നിന്നോട് ഞാൻ ഈ വിഷയത്തിൽ ഖൈർ തേടുകയാണ്. എനിക്കറിയില്ല ഇതിൽ ഖൈറുണ്ടോ ഷർറാണോ ഉള്ളത് എന്ന്. നിന്റെ അറിവിനെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. നിന്റെ എല്ലാ കഴിവുകളെയും മുൻനിർത്തിക്കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഞാനിങ്ങനെ ഒരു കാര്യത്തിൽ ഏർപ്പെടാൻ വേണ്ടി പോവുകയാണ്. അത് ബാഹ്യമായി നോക്കുമ്പോൾ എനിക്ക് ഖൈറായി തോന്നുകയാണ്, പക്ഷെ അത് നേടിയെടുക്കാനുള്ള കഴിവുകൾ എനിക്കില്ല. നിന്റെ കഴിവിനെ മുൻനിർത്തിക്കൊണ്ട് അത് ആ ഖൈർ എന്നിലേക്ക് എത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നിന്റെ മഹത്തായ നാമത്തെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിന്നോട് യാചിക്കുകയാണ്. നീ എല്ലാത്തിനും കഴിവുള്ളവനാണ്, എനിക്കൊരു കഴിവുമില്ല. നീ എല്ലാം അറിയുന്നവനാണ്, വലഅലം, എനിക്കൊന്നും അറിയുകയില്ല. അതുകൊണ്ട് ഈ ഒരു കാര്യം, ഞാൻ ഈ ഒരു ഖൈറാണെന്ന് വിചാരിച്ച് ഇറങ്ങാൻ പോകുന്ന ഈ വിഷയം, അത് ഖൈറാണെങ്കിൽ മാത്രം എന്നിലേക്ക് നീ അടുപ്പിക്കണം. നീ അതിൽ ബർക്കത്ത് ചെയ്യണം, അതിൽ ഐശ്വര്യം ചെയ്യണം. ഇനി ഇത് എന്റെ ജീവിതത്തിൽ അത് എനിക്ക് ഷർറാണ്, നാശമാണ്, വലിയ നഷ്ടത്തിന് കാരണമാകുമെങ്കിൽ നീ അതിൽ നിന്നും എന്നെ അകറ്റണം, അത് എന്നിൽ നിന്നും ദൂരമാക്കണം. എനിക്ക് ഖൈറായ വഴികളിലേക്ക് എന്നെ നീ എത്തിക്കണം എന്ന് ഒരു സത്യവിശ്വാസി ദുആ ചെയ്ത് കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ജീവിതത്തിൽ ഖൈറിന്റെ വഴികളെ അവന് തുറന്നു കൊടുക്കുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായി ഹദീസുകളിൽ കാണാൻ പറ്റും. മാ ഖാബ മൻ ഇസ്തഖാറ വലാ നദിബ മൻ ഇസ്തശാറ വലാ ആല മൻ ഇഖ്തസദ. ആരെങ്കിലും മിതത്വം പാലിച്ചാൽ അവന്റെ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാവില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണ്, ഇമാം തുബ്രാനി ഉദ്ധരിക്കുകയാണ്. ആരെങ്കിലും നല്ല തന്റെ ഗുണകാംക്ഷയുള്ള കൂട്ടുകാരോട്, ആ വിഷയത്തെക്കുറിച്ച് അറിയുന്ന ആളുകളോട് ആ വിഷയത്തെക്കുറിച്ച് കൂടി ആലോചിച്ചാൽ അവന് ഖേദിക്കേണ്ടി വരില്ല. ഒരു വിഷയത്തിലേക്ക് നമ്മൾ ഏർപ്പെടാൻ പോവുകയാണ്, പക്ഷെ ആ കാര്യം നമ്മളോട് ഗുണകാംക്ഷയുള്ള, അതിനെക്കുറിച്ച് നല്ലതുപോലെ അറിയുന്ന ആളുകളോട് ഒന്ന് കൂടി ആലോചിക്കുകയാണെങ്കിൽ ഒരിക്കലും ആ മനുഷ്യന് ആ ഒരു കാര്യത്തിൽ ഏർപ്പെട്ടതിന്റെ പേരിൽ ഖേദിക്കേണ്ടി വരൂല. തന്റെ റബ്ബിനോട് അവൻ ഖൈർ തേടിയാൽ, ഒരു കാര്യം ഖൈറായി തോന്നുകയാണ്, എന്റെ മുന്നിൽ വന്നിരിക്കുകയാണ്, പക്ഷെ അത് ഖൈറാകാം ഷർറാകാം, നിനക്ക് മാത്രമേ അറിയുകയുള്ളൂ. അതുകൊണ്ട് നീ എനിക്കത് ഖൈറാണെങ്കിൽ അടുപ്പിക്കണം എന്നൊരാൾ ദുആ ചെയ്താൽ അവൻ ഒരിക്കലും നഷ്ടം പറ്റൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കിതാബുകളിൽ, ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റും. അല്ലാഹു ഒരു കാര്യം തീരുമാനിച്ചാൽ ഉണ്ടാകുക എന്ന് പറയേണ്ടത് ഉണ്ടായിത്തീരും. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. നിശ്ചയം അല്ലാഹുവിന്റെ കാര്യം, അല്ലാഹു ഒരു കാര്യം തീരുമാനിച്ചാൽ കുൻ,
കുൻ എന്ന് പറഞ്ഞാൽ അറബിയിൽ വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന ഒരു വാക്കാണ്. ഉണ്ടാകുക എന്നാണ് അതിന്റെ അർത്ഥം, അത് സംഭവിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അള്ളാഹു ഒരു കാര്യം തീരുമാനിച്ചാൽ അത് ഉണ്ടാക്കുക എന്ന് പറയേണ്ടത് ഉണ്ടായിത്തീരും. ഖൈർ നമ്മൾ അള്ളാഹുവിനോട് തേടിയാൽ, അള്ളാഹുവിന്റെ ഭാഗത്ത് തീരുമാനം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അത് നടക്കാൻ കാര്യകാരണങ്ങളൊക്കെ ഉണ്ടാക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ തീരുമാനമാണ്, അള്ളാഹുവിന്റെ കഴിവിൽപ്പെട്ടതാണ്, അത് അള്ളാഹുവിന് എളുപ്പമാണ്. അള്ളാഹു പറയാണ്, അതുകൊണ്ട് ഇന്ന റബ്ബക ഫഅാലു ലിമാ യുരീദ്, നിന്റെ റബ്ബിനെ കുറിച്ച് നീ മനസ്സിലാക്കേണ്ടത് അവൻ തീരുമാനിക്കുന്ന കാര്യങ്ങൾ അവൻ പ്രവർത്തിക്കാൻ കഴിവുള്ളവനാണ് എന്നാണ്. എന്താണ് അവൻ ഉദ്ദേശിക്കുന്നത് അത് അവൻ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതിനെതിരായി ആർക്കും നിൽക്കാൻ സാധ്യമല്ല, ആർക്കും അതറിയാനും കഴിയില്ല. ഒരു അദൃശ്യവും ഈ ലോകത്ത് ഒരു മഖ്ലൂഖിനും അറിയൂല എന്ന് അള്ളാഹു ഖുർആനിൽ ആവർത്തിച്ചു പറയുന്നുണ്ട്. പ്രവാചകന്മാർക്ക് പോലും അള്ളാഹു അറിയിച്ചു കൊടുത്ത ഗൈബ് മാത്രമേ അറിയുകയുള്ളൂ. നിരുപാധികം ഒരു പ്രവാചകനും ഗൈബ് അറിയൂല. പിന്നെങ്ങനെ ജിന്നുകൾക്കറിയാം? ജിന്നുകൾക്കറിയുമായിരുന്നെങ്കിൽ അവർ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് വേണ്ടി 1 വർഷത്തോളം പണിയെടുക്കൂലായിരുന്നു എന്ന് ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്. സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ബൈത്തുൽ മുഖദ്ദസിന്റെ പണി ജിന്നുകളെ കൊണ്ട് എടുപ്പിച്ചപ്പോൾ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം അവരുടെ പണി നോക്കിക്കൊണ്ട് ഒരു തൂണിൽ ചാരി നിന്ന് പണിയെടുപ്പിക്കുകയായിരുന്നു. അതിനിടയിലാണ് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ റൂഹ് പിടിക്കുന്നത്. സുലൈമാൻ നബി അലൈഹി ഇസ്ലാം മരിച്ചത് ഇവർ അറിഞ്ഞില്ല. 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് അറിയുന്നത്. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ ആ വടിക്ക് ചെതല് പിടിച്ച് ആ വടി വീണപ്പോൾ ഫലമ്മാ ഖറ തബയ്യനത്തിൽ ജിന്നു അല്ലൗ കാനൂ യഅലമൂനൽ ഗൈബ മാ ലബിസൂ ഫിൽ അദാബിൽ മുഹീൻ. ആ സമയത്ത് അവര് പറഞ്ഞ കാര്യം അല്ലാഹു ഖുർആനിൽ പറയുന്നുണ്ട്, ഇത് നമ്മൾ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഇത്ര മെനക്കെട്ട് ഇവിടെ പണിയെടുക്കേണ്ടിയില്ലായിരുന്നു. അഥവാ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം നോക്കുന്നുണ്ട് എന്ന് വിചാരിച്ച 1 കൊല്ലം അവർ പണിയെടുത്തു. ആ ബൈത്തുൽ മുഖദ്ദസിന്റെ പണി പൂർത്തിയാക്കി. സ്വന്തം മുന്നിലുള്ള സുലൈമാൻ നബി അലൈഹി ഇസ്ലാം മരിച്ചു എന്ന് പോലും ആ ജിന്നുകൾക്ക് അറിയാൻ പറ്റിയില്ല. ലോകത്തുള്ള ഒരു മഖ്ലൂഖിനും നമ്മളുടെ രഹസ്യങ്ങൾ, നമ്മുടെ അദൃശ്യങ്ങൾ അറിയാൻ സാധ്യമല്ല. അത് അള്ളാഹുവിന് മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് അള്ളാഹുവിനോടാണ് നമ്മുടെ ഖൈർ തേടേണ്ടത്, നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കേണ്ടത്, നമ്മുടെ പ്രശ്നങ്ങൾ പറയേണ്ടത്. യാ അയ്യുഹന്നാസ് ഉദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹ് യർസുഖുകും മിനസ് സമാഇ വൽ അർദ് ലാ ഇലാഹ ഇല്ലാ ഹു ഫഅന്നാ തുഫകൂൻ. അല്ലയോ മനുഷ്യരെ, യാ അയ്യുഹന്നാസ് ഉദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും, അല്ലാഹു നിങ്ങളുടെ മേൽ ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കുക. അതൊക്കെ നിങ്ങൾക്ക് ആരാ തന്നത്? നിങ്ങൾക്ക് അള്ളാഹു തന്നതാണ്. മാതാവിന്റെ ഗർഭാശയത്തിൽ വെച്ച് നിങ്ങളൊന്നും ചോദിക്കാതെ നിങ്ങളുടെ അവയവങ്ങളൊക്കെ അള്ളാഹു നിങ്ങൾക്ക് തന്നില്ലേ? പിന്നെ ദുനിയാവിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് തിരിയുകയാണോ? അള്ളാഹു അല്ലാത്ത ഏത് ഖാലിഖിനാണ് നിങ്ങൾക്ക് തരാൻ സാധിക്കുക? ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹ് യർസുഖുകും മിനസ് സമാഇ വൽ അർദ് ലാ ഇലാഹ ഇല്ലാ ഹു ഫഅന്നാ തുഫകൂൻ. എങ്ങനെയാണ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് പോകാൻ ധൈര്യം കാണിക്കുന്നത്? ഖൈർ തേടിക്കൊണ്ട്. നിങ്ങളുടെ ഖൈറുള്ളത് അള്ളാഹുവിന്റെ കയ്യിലാണ്. വൽ ഖദ്രി ഖൈരിഹി വശരിഹി മിനല്ലാഹി തആല. എല്ലാ ഖൈറും ശർറും തീരുമാനിക്കുന്നത് അള്ളാഹുവാണ്. ബഹുമാനപ്പെട്ട സൈനബ് റളിയല്ലാഹു അൻഹ അവരുടെ വിവാഹാലോചന നടത്താൻ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് പ്രവാചകന് നിർദ്ദേശം വന്നു. പ്രവാചകൻ ഒരു ദൂതനെ പറഞ്ഞയച്ചു. അള്ളാഹുവിന്റെ ഒരു വിവാഹാലോചന നടത്താനുള്ള കൽപ്പനയുണ്ട്. ഉടനെ തന്നെ സൈനബ് റളിയല്ലാഹു അൻഹ അവർ പറഞ്ഞത്, എന്റെ റബ്ബുമായിട്ട് ഞാനൊന്ന് ഇസ്തിഖാറ ചെയ്യട്ടെ എന്നാണ്. എന്റെ റബ്ബിനോട് ഞാൻ ഖൈർ തേടട്ടെ. ഇത് ഖൈറാണോ ഷർറാണോ എന്ന് എനിക്കറിയില്ല. ഓരോ സഹാബാക്കൾക്കും, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും, പ്രവാചകനുമായി ഒരു കുടുംബ ബന്ധം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമായിരുന്നു. പക്ഷെ സൈനബ് റളിയല്ലാഹു അൻഹ അവരെ കുറിച്ച് ഖുർആനിൽ സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു പറയുന്നത് അവര് പറഞ്ഞ ഈ ഒരു കാര്യമാണ്. ഈ ഒരു കാര്യം പറഞ്ഞ് അവരുടെ നമസ്കാര മുറിയിലേക്ക് അവരുടെ വീട്ടിൽ പോയി, വീട്ടിലുള്ള നമസ്കാര മുറിയിൽ കയറി അവർ 2 റക്അത്ത് ഇസ്തിഖാറ നമസ്കരിച്ചു. അല്ലാഹുവേ, ഇതിൽ നീ ഖൈർ ഉണ്ടാക്കണം. ഖൈറാണെങ്കിൽ മാത്രം എനിക്കിത് മതി. എനിക്കിതൊരു നഷ്ടത്തിന് കാരണമാകരുത്. എന്റെ ദുസ്വഭാവങ്ങൾ കാരണം ആഖിറത്തിൽ എനിക്കിത് നഷ്ടത്തിന് കാരണമാകരുത് എന്ന് അള്ളാഹുവിനോട് ഖൈർ തേടിയപ്പോൾ അള്ളാഹു ആകാശ ലോകത്ത് വെച്ച് തന്നെ അവരുടെ നിക്കാഹ് ചെയ്തു കൊടുത്തു എന്ന് ഖുർആനിൽ അള്ളാഹു പറയുകയുണ്ടായി. സവ്വജ്നാകഹ, അവരെ നാം താങ്കൾക്ക് വിവാഹം ചെയ്ത് തന്നിരിക്കുന്നു. സൈനബ് റളിയല്ലാഹു അൻഹ മറ്റുള്ള സ്ത്രീകളോട് പറയുമായിരുന്നു, നിങ്ങളുടെ ഒക്കെ നിക്കാഹ് ഭൂമിയിൽ വെച്ചാണ് നടന്നതെങ്കിൽ എന്റെ നിക്കാഹ് ആകാശത്തിൽ വെച്ച് അള്ളാഹു നേരിട്ട് നടത്തി തന്നു. കാരണം എന്താണ്? അവരുടെ ജീവിതത്തിലേക്ക് വന്ന ഒരു ഖൈർ, അത് അള്ളാഹുവിനെ അവർ ഇടപെടിപ്പിച്ചതാണ്. ഏത് ഖൈറുകളും നമ്മളിലേക്ക് വന്നു ചേരണമെങ്കിൽ അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാകണം, അള്ളാഹുവിന്റെ തീരുമാനം ഉണ്ടാകണം. അതാണ് സഹാബാക്കൾ നമ്മളെ പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് അറിയിച്ചു തരുന്നത്, എന്തെങ്കിലും ഒരു ശർറ് നമ്മൾക്ക് ബാധിക്കണമെന്ന് അള്ളാഹു തീരുമാനിച്ചാൽ ഈ ലോകത്തുള്ള മുഴുവൻ ആളുകൾ ശ്രമിച്ചാലും
ആ ഷർറിനെ നീക്കാൻ ആർക്കും സാധ്യമല്ല. വൻ യംസസ്കല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാഹു വൻ യുരിദ്ക ബിഖൈറിൻ ഫലാ റാദ ലിഫദ്ലി. എന്തെങ്കിലും ഒരു ഖൈർ നിനക്ക് ഉണ്ടാകണമെന്ന് അല്ലാഹു തീരുമാനിച്ചാൽ അത് തട്ടിമാറ്റാനും ഈ ലോകത്ത് ആർക്കും സാധ്യമല്ല. യുസീബു ബിഹി മൻ യശാഉ മിൻ ഇബാദി. അല്ലാഹു തീരുമാനിച്ചവർക്ക് സംഭവിക്കുക തന്നെ ചെയ്യും. കുറച്ച് യുവാക്കള് വലിയ ശക്തിയാണ്, അവരെ തടുത്തു നിർത്താൻ ആർക്കും സാധ്യമല്ല. അന്നത്തെ സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു പറയാണ്, അന്നത്തെ ഭരണകൂടം ആ യുവാക്കളെ തടുത്തു നിർത്താൻ ശ്രമിച്ചു, പക്ഷെ തടുക്കാൻ സാധിച്ചില്ല. അവർ ഉറച്ചു നിന്നത് അവരെ അല്ലാഹു ലോകത്തിന് തന്നെ ദൃഷ്ടാന്തമാക്കിയെന്ന് ഖുർആനിൽ സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു പറഞ്ഞു തരുന്നുണ്ട്. അവര് അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹുവിനോട് പറഞ്ഞു, റബ്ബന ആതിന മിൻ ലദുൻക റഹ്മ വഹയ്യി ലനാ മിൻ അംരിനാ റശദാ. അല്ലാഹു നിന്റെ ഭാഗത്ത് നിന്ന് ഒരു സന്മാർഗത്തിന്റെ വഴി നമുക്ക് തുറന്നു തരണം, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നീ എളുപ്പാക്കി തരണം. അല്ലാഹുവിന്റെ അടുക്കൽ യുവാക്കൾക്ക് വലിയ സ്ഥാനമാണ്. അവർ അല്ലാഹുവിലേക്ക് തിരിഞ്ഞുകൊണ്ട് തങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് ആ പ്രശ്നങ്ങളിൽ അല്ലാഹുവിനെ ഇടപെടിപ്പിച്ചതിന്റെ ഒരു വലിയ ഉദാഹരണമാണ് സൂറത്തുൽ കഹ്ഫിൽ എന്ന് പറയുന്നത്. അതാണ് എല്ലാ വെള്ളിയാഴ്ചയും നമ്മളോട് ഓതാൻ പറയുന്നത്. അതിലൂടെ അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്നത് ഏത് പ്രശ്നത്തിലും, ഏത് പ്രയാസത്തിലും, ഏത് പ്രതിസന്ധിയിലും നമ്മൾ തിരിയേണ്ടത് ഉടമസ്ഥനായ രാജാതിരാജനായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹുവിലേക്ക് മാത്രമായിരിക്കണം. അല്ലാഹു പറയുന്നുണ്ട്, നിങ്ങൾ ചില കാര്യങ്ങൾ വിചാരിക്കുമെന്ന് നിങ്ങൾക്ക് ഖൈറാണെന്ന്. അസാ അൻ തക്റഹു ശൈഅൻ ഫഹുവ ഖൈറുൽ ലക്കും വഅസാ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൽ ലക്കും. ചില കാര്യങ്ങൾ നിങ്ങൾ വെറുക്കുന്ന കാര്യമായിരിക്കും, ജീവിതത്തിൽ നിങ്ങൾക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും. ആ രോഗങ്ങൾ ആരും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ രോഗങ്ങളുടെ പിന്നിൽ ഒരുപാട് ഖൈറുകളുണ്ട്, അതിലൊരുപാട് നന്മകളുണ്ട്. നിബിധങ്ങൾ പറഞ്ഞു, ഒരാൾക്ക് ഒരു പനി ബാധിച്ചാൽ ആ പനി സുഖപ്പെടുമ്പോൾ അവന് പൂർണ്ണ ആരോഗ്യം അല്ലാഹു ഇരട്ടിയാക്കി നൽകുകയാണ്, പ്രതിരോധ ശേഷി അവന് വർദ്ധിപ്പിക്കുകയാണ്. പിന്നെ അവന്റെ എല്ലാ പാപങ്ങളും മാപ്പാക്കി കൊടുക്കുകയാണ്. ഒരു പ്രയാസത്തിന്റെ പിന്നിൽ അല്ലാഹു ഒരുപാട് ഖൈറുകൾ നിശ്ചയിച്ചിട്ടുണ്ടാകും. അത് ബാഹ്യമായിട്ട് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യമായിരിക്കും. ഇതേപോലെ തന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങൾ ഉണ്ടാകും. അത് നമുക്ക് നാശമായിരിക്കും, നമ്മുടെ മക്കൾക്ക് നാശമായിരിക്കും. നമ്മൾ ചോദിച്ചതൊക്കെ നമുക്ക് തന്നിരുന്നെങ്കിൽ നമ്മുടെ മക്കൾ നശിക്കാൻ അതന്നെ മതിയാവും, വേറെ പ്രത്യേകിച്ച് പണിയെടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അതുകൊണ്ട് പല കാര്യങ്ങളും അല്ലാഹു നമ്മുടെ ഖൈർ നോക്കിയിട്ടാണ് തരിക. അതുകൊണ്ട് ഖൈറുകൾ തേടേണ്ടത് അല്ലാഹുവിനോട് മാത്രമായിരിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹു ഉദ്ദേശിച്ചാൽ അവൻ തെരഞ്ഞെടുക്കും, അല്ലാഹു സൃഷ്ടിക്കും, അല്ലാഹു കാര്യങ്ങൾ നടപ്പിലാക്കും. അല്ലാഹുവാണ് മഹത്വം നൽകുന്നവൻ, അല്ലാഹുവാണ് ഖൈർ നൽകുന്നവൻ. അല്ലാഹു ഖൈർ നൽകാൻ തീരുമാനിച്ചാൽ ആർക്കും അതിനെ പിടിച്ചു നിർത്താൻ സാധ്യമല്ല. അതുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങളിലും, എല്ലാ ആവശ്യങ്ങളിലും ഉടമസ്ഥനായ അല്ലാഹുവിലേക്ക് മാത്രം തിരിയാനും, അല്ലാഹുവിനോട് ചോദിച്ചു വാങ്ങാനും, നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ അല്ലാഹുവിലേക്ക് തിരിഞ്ഞുകൊണ്ട് സഹായങ്ങൾ കരസ്ഥമാക്കാനും അല്ലാഹു നമുക്കും ലോകത്തുള്ള മുഴുവൻ മുസ്ലിം ഉമ്മത്തിനും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.